ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇത് നമ്മുടെ Q&A ആണ്. പക്ഷെ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലിട്ട് എടുക്കാം. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ നമ്മുടെ മോക്കുരുകളുടെ പാടിനെ പറ്റിയിട്ടാണ്, അതായത് ആക്നെ സ്കാറുകളെ പറ്റിയിട്ടാണ്. എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ചേച്ചി ഈ മോക്കുരുവിന്റെ സ്കാർസ് നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റുമെന്ന്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മോക്കുരുവിന്റെ സ്കാർസ് ഒരുപാട് തരത്തിലുണ്ട്. നല്ല പിറ്റായിട്ടുള്ളതുണ്ട്, നല്ല ഡീപ്പ് കുഴിയായിട്ടുള്ളതാണ്, ചിലപ്പോൾ ഓപ്പൺ പോസ് ആയിട്ടുള്ള സ്കാർസ് കാണും. അങ്ങനെ ഒരുപാട് ടൈപ്പ് സ്കാർസ് കാണും. പക്ഷെ അപ്പം നമുക്ക് ഈ സ്കാർസ് ഒന്നും കംപ്ലീറ്റ്ലി ഒരു സെറമോ ക്രീമോ കൊണ്ട് മാറ്റാൻ പറ്റത്തില്ല. കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഈ കുഴി എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഒരു ഡിപ്രഷൻ കണക്കത്തെ സാധനമാണ്. അപ്പൊ അത് വീണ്ടും അത്രയും ലെവലിൽ സ്കിൻ വരണമെന്നുണ്ടെങ്കിൽ അത്രയും ലെവൽ കൊളാജൻ സ്കിന്നിൽ ബൂസ്റ്റ് ചെയ്യണം. നമ്മളൊരു സിറമോ അല്ലെങ്കിൽ ഒരു ക്രീമോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും കൊളാജൻ നമുക്ക് ഒരിക്കലും ബൂസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. നമ്മളിപ്പോ ഇന്ന് നാച്ചുറൽ ആയിട്ട് വരുമെന്ന് വെച്ചാൽ നാച്ചുറൽ ആയിട്ട് വരത്തില്ല. അത് ചെയ്യണമെങ്കിൽ മൈക്രോ നീഡിലിംഗ് അല്ലെങ്കിൽ ലേസർ തെറാപ്പിയൊക്കെ ചെയ്ത് കഴിഞ്ഞാലേ വരത്തുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് സ്കാറിങ് മാറ്റാനായിട്ട് പറ്റത്തില്ല എന്ന് പറയുന്നത്. എന്നാൽ ചെറിയ രീതിയിലൊക്കെ മൈന്യൂട്ട് ആയിട്ടുള്ള ഫൈൻ ടൈൽസും റിങ്കിൾസും ഒക്കെ മാറ്റാൻ പറ്റുന്ന ഒരു സാധനമുണ്ട്. അതായത് നമ്മുടെ കൊളാജൻ ബൂസ്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാണല്ലോ, നമ്മുടെ പെപ്റ്റൈഡും റെറ്റിനോളും. അതായത് പെപ്റ്റൈഡിനും റെറ്റിനോളും കൊളാജിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതായത് കൊളാജിൻ ബൂസ്റ്റ് ചെയ്യുന്ന രണ്ട് സിറംസ് ആണ് പെപ്റ്റൈഡ്സും റെറ്റിനോൾസും. അത് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ചെറിയ രീതിയിലുള്ള ഫൈൻ ലൈൻസും റിങ്കിൾസും മാറ്റാം. പിന്നെ ഇത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, പിന്നെ കൊളാജിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് എല്ലാവരും വിചാരിക്കും അത് പെപ്റ്റൈഡും റെറ്റിനോളും ആണെങ്കിൽ, കേട്ടിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം, പെപ്റ്റൈഡും റെറ്റിനോളും കൊളാജിൻ ബൂസ്റ്റ് ചെയ്ത സാധനങ്ങളല്ലേ. അപ്പൊ അത് യൂസ് ചെയ്താൽ നമുക്ക് ഈ സ്കാറിങ് മാറ്റാൻ പറ്റത്തില്ല. കാരണം സെറത്തിനും ക്രീംസിനും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കൊളാജൻ ഒരു ലെവൽ ഉണ്ട്. അതിനപ്പുറത്തോട്ട് നമുക്ക് ഒരിക്കലും ബൂസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്കാറിങ്ങിന് വേണ്ടി ഒരിക്കലും സെറവും ക്രീമും വർക്ക് ചെയ്യത്തില്ല. നിങ്ങൾ ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് ലേസർ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ മൈക്രോ നീഡിലിംഗും എടുക്കണം എന്ന് പറയാനുള്ള പ്രധാന കാരണം. അടുത്തതെന്ന് വെച്ചാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടേന് ചിലപ്പോൾ നമ്മുടെ ഫേസിൽ ഒരു ചെറിയ കുത്തായിട്ട് കാണും. അപ്പൊ എല്ലാരും വിചാരിക്കും ഇത് ഓപ്പൺ പോസ് ആണ്. അല്ല, ഇത് ഓപ്പൺ പോസ് അല്ല. ഇത് നമ്മൾ പണ്ട് വന്ന മോക്കുരുവിന്റെ ചെറിയ ചെറിയ പാടുകളായിരിക്കും. പക്ഷെ നമ്മൾ ഓപ്പൺ പോസ് ആയിട്ട് തെറ്റിദ്ധരിക്കും. പ്രത്യേകിച്ച് ഇത് കൂടുതലായിട്ടും കാണപ്പെടുന്നത് ആക്നെ പ്രോൺ സ്കിൻകാർക്ക് അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിൻകാർക്കൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ തെറ്റിദ്ധരിക്കും ഇത് ഓപ്പൺ പോസ് ആണ്. ഞാൻ എന്റെ ഫോട്ടോ എടുക്കും, അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും. സത്യത്തിൽ ഇത് ഫിറ്റിംഗ് സ്കാർസ് ആണ്, അതായത് കുഞ്ഞു കുഞ്ഞു കുഴികളാണ്. ഇത് ഓപ്പൺ പോസ് അല്ല. ഇത് മാറാനും നമ്മൾ നയാസിനമൈഡോ സാലിസിലിക് ആസിഡോ യൂസ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഇതൊരു ഓപ്പൺ പോസ് അല്ല. അതുകൊണ്ടാണ് ഇപ്പൊ എനിക്കും എന്റെ ഇപ്പം വീഡിയോയിൽ കാണാൻ മനസ്സിലായി, എന്റെ അടുത്ത് വന്നാൽ എനിക്കും ഈ ഒരു ഭാഗത്ത് ചെറുതായിട്ടുണ്ട്. കാരണം ഞാൻ കുരുവൊക്കെ പൊട്ടിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ പൊട്ടിക്കാത്ത കുരു തന്നെ അതൊരു പാടായിട്ട് അവിടെ നിപ്പുണ്ട്. അങ്ങനെയുള്ളത് നമ്മൾ നിയാസിനമൈഡോ സാലിസിലിക് ആസിഡോ യൂസ് ചെയ്താൽ മാറത്തില്ല. ഇൻഫാക്ട് റെറ്റിനോളോ പെപ്റ്റൈഡോ യൂസ് ചെയ്താലും മാറത്തില്ല. അത് മാറണമെങ്കിലും നമ്മൾ ലേസർ ട്രീറ്റ്മെന്റ് തന്നെ എടുക്കും. ഇത് ഞാൻ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് പേര് പറയും ഞാൻ നിയാസിനമൈഡ് ഇത്രയും നാളായിട്ട് യൂസ് ചെയ്ത്, സാലിസിലിക് ആസിഡ് യൂസ് ചെയ്ത് എന്റെ ഓപ്പൺ പോസ് മാറുന്നില്ലാന്ന്. അപ്പം ഇത് മാറാത്തതിന്റെ കാരണം അത് ഓപ്പൺ പോസ് ആയിരിക്കത്തില്ല, ഫിറ്റിംഗ് സ്കാർ ആയിരിക്കും. അതുകൊണ്ടാണ്. അപ്പൊ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. അപ്പൊ എന്താ ഞാൻ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ, നമുക്ക് ഈ മോക്കുരു വന്നിട്ടൊരു പൊക്കമായിട്ട് നമുക്ക് ചിലപ്പം ഒരു ഒരു പാടല്ല, ഒരു ഹബ്ബ് കണക്ക് അല്ലെങ്കിൽ ഹമ്പ് കണക്ക് അവിടെ ഇട്ടിട്ട് പോകും. അപ്പൊ അതെങ്ങനെ മാറ്റാൻ പറ്റും? അതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ, കൊളാജൻ ഓവറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. അത് മാറ്റാനും നമുക്ക് ബേസിക്കലി ക്രീംസ് ഒന്നുമില്ല. അത് മാറ്റണമെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് തന്നെ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരും. ആ കൊളാജൻ നമുക്ക് റെഡ്യൂസ് ചെയ്യേണ്ടി വരും. അതിനും ലേസർ ട്രീറ്റ്മെന്റ് തന്നെയാണ് നല്ലത്, അല്ലെങ്കിൽ സർജിക്കൽ റിമൂവൽ ആയിരിക്കും നല്ലത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ അത് മാറ്റാൻ പറ്റൂ. ബേസിക്കലി പറഞ്ഞാൽ സ്കാറിങ് എന്ത് ടൈപ്പ് സ്കാറിങ് ആണെങ്കിലും നമുക്കൊരു ക്രീമോ സെറമോ വെച്ച് മാറ്റാൻ പറ്റത്തില്ല. അത് നമുക്ക് ഡെർമറ്റോളജിസ്റ്റിന്റെ ട്രീറ്റ്മെന്റ് തന്നെ വേണം. പിന്നെ ചില സമയം നിങ്ങൾ കാണുന്ന ഓപ്പൺ പോസ് ആയിട്ട് നിങ്ങൾ കരുതുന്ന സാധനങ്ങൾ ഓപ്പൺ പോസ് ആയിരിക്കണം എന്നില്ല. അതും ഇതുപോലത്തെ ചെറിയ ഫിറ്റിംഗ് സ്കാർസുകളായിരിക്കും. അടുത്തതായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്, ചേച്ചി എന്റെ മുഖത്ത് വൈറ്റ് കളർ പാടുകൾ ഒരുപാടുണ്ട്, അപ്പൊ ഞാൻ അതെങ്ങനെ മാറ്റും? ഇപ്പൊ ഹൈപ്പർ പിഗ്മെന്റേഷനും ഈ വൈറ്റ് കളർ പാടിന് നമ്മൾ ഹൈപ്പോ പിഗ്മെന്റേഷൻ എന്നാണ് പറയുന്നത്. അതായത് ഹൈപ്പർ പിഗ്മെന്റേഷൻ എന്ന് വെച്ചാൽ മെലാനിൻ വരുന്നതും, ഹൈപ്പോ എന്ന് വെച്ചാൽ മെലാനിന്റെ അളവ് കുറയുന്നതും കൊണ്ടാണ് വരുന്നത്. അപ്പൊ ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് നമുക്ക് ഓൾറെഡി അറിയാം, ഒരുപാട് ക്രീം സെറംസ് ഉണ്ട്. കോജിക് ആസിഡ് ഉണ്ട്, ആൽഫാർബിറ്റിൻ ഉണ്ട്, അസലിക് ആസിഡ് ഉണ്ട്, ഗ്ലൈക്കോളിക് ആസിഡ് ഉണ്ട്, ടാനെക്സാമിക് ആസിഡ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇൻഫാക്ട് വിറ്റാമിൻ സി വരെ നമുക്ക് ചെറിയ രീതിയിലുള്ള ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റാനും, ഹൈപ്പർ പിഗ്മെന്റേഷൻ അത്ര തന്നെ സിറം ഉള്ളതുപോലെ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒരു സിറവും ഒരു ക്രീമും ഇല്ല. അത് പ്രശ്നം എന്തെന്ന് വെച്ചാൽ, നമുക്ക് മെലാനിന്റെ അളവ് കുറയ്ക്കാൻ പറ്റും. പക്ഷെ മെലാനിന്റെ അളവ് നമുക്കൊരു സെറമോ ക്രീമോ ഉപയോഗിച്ച് നാച്ചുറലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യൽ പാടാണ്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പറയും നിങ്ങൾ ഡോക്ടറിനെ കാണുക തന്നെ വേണം. കാരണം ഹൈപ്പർ പിഗ്മെന്റേഷൻ നമുക്ക് ഡോക്ടർ ട്രീറ്റ്മെന്റിൽ കൂടെ മാത്രമേ മാറ്റാൻ പറ്റൂ. രണ്ട് റീസൺ ആണ്. ഒന്നുകിൽ അത് വരുന്നത് വേറെ എന്തെങ്കിലും അണ്ടർലൈൻ ഡിസീസസ് കാരണം വരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസി, വിറ്റാമിൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും വരാം.
അപ്പൊ അതുകൊണ്ട് അത് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാര്യം വിറ്റാമിൻ ഡെഫിഷ്യൻസി ഒക്കെ ആണെങ്കിൽ ഇപ്പൊ നമുക്ക് ചിലപ്പോൾ കുഞ്ഞു മക്കൾക്കൊക്കെ ആണെങ്കിൽ ഈ പ്രീ ടീനേജേഴ്സിലേക്ക് സമയത്ത് നമുക്ക് വിറ്റാമിൻ ഡെഫിഷ്യൻസി കാരണം കുത്തു വരില്ലേ, അതുപോലെ വലിയ ആൾക്കാർക്കും വരും. ഇത് വിറ്റാമിൻ ഡെഫിഷ്യൻസി കാരണമാണ്. അപ്പൊ നമ്മൾ ക്രീം യൂസ് ചെയ്തിട്ട് കാര്യമില്ല. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരു പ്രോപ്പറായിട്ട് വിറ്റാമിൻ ഡെഫിഷ്യൻസിയുടെ മെഡിസിൻസ് എടുക്കുക എന്നുള്ളത്, അതിന്റെ ഡോക്ടറിനെ കാണുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മൾ പ്രോപ്പറായിട്ട് സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഇന്റൻസിറ്റി കുറച്ച് ഇതാക്കാൻ പറ്റും. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇപ്പൊ നമുക്ക് ഓൾറെഡി അവിടെ വൈറ്റ് പാച്ച് ഉണ്ട്. അപ്പൊ നമ്മൾ നമ്മൾ സ്കിൻ കെയർ ഒന്നും ചെയ്ത് അപ്പൊ ഈ അവിടുത്തെ വൈറ്റ് കളർ അങ്ങനെ തന്നെ നിൽക്കും. ബാക്കിയുള്ള സ്ഥലങ്ങൾ നന്നായിട്ട് ടാൻ അടിക്കാനൊക്കെ തുടങ്ങും. അങ്ങനെയാണെങ്കിൽ ഈ വൈറ്റ് കളർ ഭയങ്കര പ്രോമിനന്റ് ആയിട്ട് വരും. അത് വരാതിരിക്കാനായിട്ട് നമ്മൾ എപ്പോഴും ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം ആ ടാൻ അല്ലാതെ തന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ട സാധനമാണ്. പക്ഷെ ഇതും കൂടെ നിങ്ങൾ സൺസ്ക്രീൻ കൂടെ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എടുത്തു കാണിക്കലൊന്ന് കുറയ്ക്കാൻ പറ്റും. കാരണം ചുറ്റുപാടുള്ള സ്കിൻ ടാൻ ആകുമ്പോഴത്തേക്കാണ് ഈ വൈറ്റ് കൂടുതലായിട്ടും വരുന്നത്. ആ ചുറ്റുപാടുള്ള സ്കിന്നും ഒന്ന് ബ്ലെൻഡ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വൈറ്റ്നസ് ഒന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് ഇതാക്കാൻ പറ്റും. പക്ഷെ അത് മാറ്റി ആ സ്കിന്നിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റുമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമുക്ക് ഈ ഒരു സംഭവം ചെയ്തു കഴിഞ്ഞാല് ആ പ്രോമിനൻസ് ഒന്ന് കുറച്ചെടുക്കാൻ പറ്റും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഒരുപാട് ഹോർമോൺ തെറാപ്പീസ് അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് അത് മാറ്റാനായിട്ട്. കാരണം അതെനിക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല. അത് നിങ്ങൾ പ്രോപ്പറായിട്ട് ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ചെയ്തു തരാൻ പറ്റൂ. അപ്പൊ അങ്ങനെ വൈറ്റ് പാച്ചസോ അല്ലെങ്കിൽ ഹൈപ്പോ പിഗ്മെന്റേഷനോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ എടുത്ത് അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം നിങ്ങളത് ചിലപ്പോൾ ഡ്രൈ സ്കിൻ ആയിരിക്കത്തില്ല, നിങ്ങൾ യൂസ് ചെയ്യുന്ന സ്കിൻ നിങ്ങൾക്ക് ഡ്രൈ ആക്കുന്നു. ഇത് ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ട് ചേച്ചി എന്നത് ഭയങ്കര ഡ്രൈ സ്കിൻ ആണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന പല പ്രോഡക്ട്സും നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കും. ഇപ്പൊ ഓയിലി ആക്കും അതുപോലെ തന്നെ ഡ്രൈ ആക്കും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങളത് ഒരു നോർമൽ സ്കിൻ ആണെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ നോർമൽ സ്കിൻ ആണെന്ന് വെച്ചോ, അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ചിലപ്പോ ഒരുപാട് ഡീനാച്ചുറഡ് ആൽക്കഹോൾ ഉള്ളത്, അതല്ലെങ്കിൽ ആസ്ട്രിജന്റ് ഉള്ളത്, അതല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കണ്ടന്റുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കുറച്ച് ആൽക്കലൈൻ നേച്ചറുള്ള കണ്ടന്റ് അല്ലെങ്കിൽ ആസിഡിക് നേച്ചറുള്ള കണ്ടന്റ്സ് ഒക്കെ നമ്മൾ ഫേസ് വാഷോ അല്ലെങ്കിൽ ടോണർ ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ സ്കിന്നെ ഭയങ്കരമായിട്ട് ഡ്രൈ ഔട്ട് ചെയ്യും. പിന്നെ നമ്മൾ അതിന് വേണ്ടി പ്രോപ്പർ ആയിട്ട് ഫേസ് വാഷ് യൂസ് ചെയ്യും. ചിലപ്പോൾ നിങ്ങൾ ആരും മോയ്സ്ചറൈസർ യൂസ് ചെയ്യും. ഞാനിപ്പോ കേട്ടിട്ട് കമന്റ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു DM വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയത് എല്ലാവരും ഫേസ് വാഷ് യൂസ് ചെയ്യും, പക്ഷെ ആരും മോയ്സ്ചറൈസർ സൺസ്ക്രീൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും യൂസ് ചെയ്യാല്ല. അപ്പൊ നിങ്ങൾ ഓൾറെഡി സ്കിൻ നിങ്ങൾ നാച്ചുറൽ ആയിട്ടുള്ള ഓയിൽ സ്ട്രിപ്പ് ഔട്ട് ചെയ്ത് കളഞ്ഞു. കാരണം നമുക്ക് ഓൾറെഡി അറിയാലോ നമ്മൾ സ്കിൻ ഡ്രൈയിങ് ആയിട്ടുള്ള ഈ പറയുന്ന ആൽക്കഹോൾ, ഡീനാച്ചുറൽ ആൽക്കഹോൾ, അതല്ലെങ്കിൽ ആസ്ട്രിജന്റ്, അതല്ലെങ്കിൽ ആൽക്കലൈൻ നേച്ചറുള്ള സാധനം അല്ലെങ്കിൽ അസിഡിക് നേച്ചറുള്ള സാധനങ്ങൾ യൂസ് ചെയ്യും. നമ്മുടെ സ്കിന്നിന്റെ നാച്ചുറൽ ഓയിൽ ഇത് വലിച്ചെടുക്കും. അപ്പൊ എന്താവും നമ്മുടെ സ്കിൻ ഡ്രൈ ആവും. ഈ ഡ്രൈ ആയ സ്കിന്നിലോട്ട് നമ്മൾ പിന്നെ ഹൈഡ്രേഷനോ മോയ്സ്ചറൈസേഷനോ ഒന്നും കൊടുക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സ്കിൻ ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഓൾറെഡി ഡ്രൈയിങ് ആയിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യും, എന്നിട്ട് നല്ല ഡ്രൈയിങ് ആയിട്ടുള്ള ടോണേഴ്സ് യൂസ് ചെയ്യും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ എക്സ്ട്രീംലി ഡ്രൈ ആക്കും. ഇപ്പോ ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന വൺ ഓഫ് ദി ടോണേഴ്സ് ആണ് എന്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ടോണേഴ്സ് ആണ് നമ്മുടെ ബയോട്ടിക്കിന്റെ കുക്കുംബർ ടോണർ. ഞാനത് ഓൾമോസ്റ്റ് ഒരു 10 ബോട്ടിലിനപ്പുറം യൂസ് ചെയ്തിട്ടുണ്ട് 2018-17. കാരണം ബയോട്ടിക് ഒക്കെ ഇറങ്ങുന്ന സമയത്തേന് ഞാനത് ഇറങ്ങുന്ന സമയത്ത് വെച്ചാൽ നമ്മളൊക്കെ ബയോട്ടിക് എന്താണെന്നൊക്കെ അറിഞ്ഞിരിക്കുന്ന കാലത്ത് ഞാൻ അത്രയും യൂസ് ചെയ്തിട്ടുള്ള ഒരു ടോണറാണ്. മേ ബി എന്റെ ഫസ്റ്റ് ടോണർ തന്നെ അതായിരിക്കാം, എന്റെ ഓർമ്മയിലുള്ള ഫസ്റ്റ് ടോണർ അതാണ്. അപ്പൊ ഞാൻ അത്ര യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം എന്റെ ഓയിലി സ്കിന്നാണ്, കുക്കുംബർ ടോണർ, പോർട്ടൈറ്റിം അങ്ങനെയൊക്കെ പോർട്ടൈറ്റിം അത് ഞാൻ പറഞ്ഞുതരാവേ. അപ്പൊ അത്രയും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നെയാണ് കാരണം അവര് ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ പ്രോപ്പറായിട്ട് അവര് ഇത് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല, അതിന്റെ ഒരു ഇൻഗ്രീഡിയന്റ് ലിസ്റ്റ് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. പിന്നെ ഞാനിങ്ങനെ ഈ ഒരു സംഭവത്തിലോട്ടൊക്കെ ഇതെന്താണ് സ്കിൻ കെയർ, എന്താണ് നമ്മൾ ചെയ്യുന്ന തെറ്റ് എന്നൊക്കെ മനസ്സിലാക്കി ഒരുപാട് റിസർച്ച് ഒക്കെ ഞാൻ ഒരുപാട് പേപ്പേഴ്സ് ഒക്കെ വായിച്ചപ്പോഴാണ് മനസ്സിലായത് അവര് പ്രോപ്പർ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ലിസ്റ്റ് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല ഈ ടോണറിൽ ഏറ്റവും കൂടുതൽ ഇതുള്ള ടോണറാണ്, ആൽക്കഹോൾ ഉള്ള ടോണറാണ്. അപ്പൊ നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കും. അപ്പൊ നമ്മളൊരു ബേസിക് സ്കിൻ കെയർ റൊട്ടീനൊക്കെ നോക്കുമ്പോൾ ഒരു ഹിമാലയയുടെ ഫേസ് വാഷും ഈ ഒരു ടോണർ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സ്കിൻ ഡ്രൈ ആക്കും. കാരണം ഹിമാലയയുടെ ഫേസ് വാഷും ഒരു ജെൽ ടൈപ്പ് ആയതുകൊണ്ട് നമ്മുടെ സ്കിന്നകത്തുള്ള ഓയിൽ വലിച്ചെടുക്കും. കാരണം അവർ തന്നെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് ഇത് പിമ്പിൾസിനുള്ള ഫേസ് വാഷ് ആണെന്ന്. ഓൾ സ്കിൻ ടൈപ്പ് ആണെങ്കിൽ ഇത് പിമ്പിൾ ഫേസ് വാഷ് ആണ്. കാരണം പിമ്പിൾ ഡ്രൈ ഔട്ട് ചെയ്യും, അവരെ ഫേസ് വാഷ് ഹെൽപ്പ് ചെയ്യും. സോ ഡെഫിനറ്റ്ലി ഡ്രൈയിങ് ഏജന്റ് ഉള്ള ഫേസ് വാഷ് ആണ്. എന്നിട്ട് നമ്മൾ ഡ്രൈയിങ് ആയിട്ടുള്ള ടോണറും കൂടി യൂസ് ചെയ്യും. നിങ്ങളുടേത് ഓയിലി സ്കിൻ ആയിരിക്കത്തില്ല, നോർമലോ കോമ്പിനേഷനോ ഡ്രൈ സ്കിന്നോ ആയിരിക്കും. അപ്പൊ ഈ സ്കിൻ ഡ്രൈയിങ് ഏജന്റും കൂടി യൂസ് ചെയ്യണമെങ്കിൽ അത് എക്സ്ട്രീംലി ഡ്രൈ ആക്കും. ഞാനൊരു എക്സാമ്പിൾ
പറഞ്ഞു. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ സ്കിൻ ടൈപ്പിന് അല്ലാത്ത പ്രോഡക്റ്റും കൂടെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം നിങ്ങളുടെ സ്കിൻ ചിലപ്പോൾ ഡ്രൈ ആവുന്നത്. അപ്പൊ ഞാൻ എങ്ങനെ എന്റെ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കുന്നതായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ ഒരു ഫേസ് വാഷ്, സെറ്റാഫിലിന്റെ ഒക്കെ ഫേസ് വാഷ് മെഡിക്കൽ സ്റ്റോറിലൊക്കെ തന്നെ കിട്ടും. മെഡിക്കൽ സ്റ്റോറിലും പോകണം, നമ്മൾ ഫാൻസി ഷോപ്പുകളിൽ തന്നെ സെറ്റാഫിലിന്റെ ഫേസ് വാഷിലൊക്കെ ഇപ്പൊ കിട്ടും. അത് ചെറിയ ബോട്ടിൽ തന്നെ കിട്ടും. അത് വാങ്ങി ഫേസിൽ നിന്ന് കഴുകുക. എന്നിട്ട് ഒരു 2 to 3 hours ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നകത്ത് ഓവറായിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളത് ഓയിലി സ്കിൻ. അല്ല നിങ്ങൾക്ക് നോർമൽ ആയിട്ട് നിൽക്കുകയാണ് നിങ്ങളത് നോർമലി സ്കിൻ. അല്ല നിങ്ങളുടെ സ്കിൻ ഒരു വലിയുന്ന ഫീലിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ, ഡ്രൈ സ്കിൻ ഒന്ന് ഫീൽ ചെയ്യുന്നതിൽ കൺഗ്രാജുലേഷൻസ്, നിങ്ങളത് നോർമൽ സ്കിൻ ആണ്. അപ്പൊ അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളായിട്ട് നിങ്ങളുടെ സ്കിൻ ഡ്രൈ ആക്കരുത്. നിങ്ങളുടെ സ്കിൻ പ്രോഡക്ട്സ്, അപ്പൊ നിങ്ങളുടെ പ്രോഡക്ട്സ് ഒന്ന് ശ്രദ്ധിച്ച് വാങ്ങിച്ചാൽ മതി. സ്കിൻ ടൈപ്പ് അനുസരിച്ച് എപ്പോഴും പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ കൂടുതലായിട്ട് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ എന്റെ പോസിന്റെ അപ്പിയറൻസ് എനിക്കൊന്ന് മിനിമൈസ് ചെയ്യണം, എന്ത് ചെയ്യും? ഡെഫിനറ്റ്ലി നമുക്ക് സ്കിന്നിന്റെ പോസ് മാറ്റാൻ പറ്റത്തില്ല. പ്രോസ്ലീൻ സ്കിന്നോ അല്ലെങ്കിൽ പോർലെസ് സ്കിന്നോ ഒന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. കാരണം നമുക്ക് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമുക്ക് സ്കിന്നിൽ പോസ് ഇമ്പോർട്ടന്റ് ആണ്. എന്നാലേ നമ്മുടെ സ്കിൻ ശ്വസിക്കത്തുള്ളൂ. അപ്പൊ ആവശ്യമുള്ള സാധനമാണ് പോസ്. കാരണം സ്വെറ്റിങ് ഒക്കെ നടക്കുന്ന അതിൽ കൂടെയാണ്. അപ്പൊ അത് ആവശ്യമുള്ള സാധനമാണ്. അപ്പൊ അതെങ്ങനെ പക്ഷെ നമുക്ക് അതിന്റെ അപ്പിയറൻസ് കുറയ്ക്കാം. കാരണം ഓയിൽ പ്രൊഡക്ഷൻ ഒന്ന് കൺട്രോൾ ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ അപ്പിയറൻസ് നമുക്കൊന്ന് മിനിമൈസ് ചെയ്തൊക്കെ എടുക്കാൻ പറ്റും. അല്ലാണ്ട് അത് ഇല്ലാണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈ പോർ ടൈറ്റനിങ് ടോണേഴ്സ് എന്നൊക്കെ പറഞ്ഞു വരുന്ന സാധനം, അല്ലെങ്കിൽ ഈ ക്രീം എന്നൊക്കെ പറഞ്ഞ സാധനം എന്താ? ഒന്നുമില്ല, വെറും മാർക്കറ്റിംഗ് മിക്കാണ്. പക്ഷെ എനിക്ക് ഇപ്പൊ ചെയ്യും, എന്നാൽ ഞാൻ ആ ക്രീം യൂസ് ചെയ്തപ്പോ എന്റെ പോസ് ഒന്ന് ടൈറ്റ് ആയാലോ? എന്തുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് അതൊന്ന് തിരിച്ചതിന്റെ ഇൻഗ്രീഡിയൻ ലിസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് ഇൻഗ്രീഡിയൻ ലിസ്റ്റ് ഇടുന്ന സാധനം ഇപ്പൊ ഒരുവിധം എല്ലാത്തിലും അത് വേണം എന്നുള്ള ഇതുള്ളതുകൊണ്ട്, എഫ്റ്റി ഉള്ളതുകൊണ്ട് ഡെഫിനറ്റ്ലി അത് കാണും. അപ്പൊ നിങ്ങൾ തിരിച്ചു നോക്കും, അതിനത് എവിടെയെങ്കിലും ഒക്കെ ഒരു സാധനം കാണും, സിലിക്കോൺ. അത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പോസ് ടൈറ്റ് മിനിമൈസ് ആയിട്ട് അല്ലെങ്കിൽ ബ്ലർ ആയിട്ട് വരും. ഇതിനു വേണ്ടി നിങ്ങൾ എത്രയും വില കൊടുത്ത് ആ ഒരു കണ്ടീഷണറിന്റെ അത്രയും വില കൊടുത്ത് ആ സാധനം വാങ്ങിക്കണമെന്നില്ല. ഒന്നുകിൽ ഒരു സിലിക്കോണുള്ള സൺസ്ക്രീൻ വാങ്ങിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യം കഴിയും. ഡ്രൈ സ്കിൻകാരാണെങ്കിൽ ഡ്രൈ സ്കിൻകാർക്ക് മെയിൻലി അങ്ങനെ വരാറില്ല. അഥവാ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് പോർ മിനിമൈസിങ് പ്രൈമേഴ്സ് ഇല്ലേ, അത് യൂസ് ചെയ്താൽ മതി. സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് പ്രൈമർ അതിന്റെ മുകളിൽ നമ്മൾ മേക്കപ്പിന്റെ ബേസ് ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രൈമർ ഇല്ലേ, അത് യൂസ് ചെയ്താൽ മതി. കാരണം ബേസ് ആയിട്ട് അവർ മെയിൻലി യൂസ് ചെയ്ത് ചിലപ്പോൾ പോസ് ഒക്കെ ഒന്ന് ബ്ലർ ചെയ്യാനായിട്ട് മിനിമൈസിങ് പ്രൈമേഴ്സ് യൂസ് ചെയ്യും. ആ പ്രൈമേഴ്സിനകത്തുള്ള മെയിൻ കണ്ടന്റ് ആണ് സിലിക്കോൺ. അതായത് സിലിക്കോൺ ഉള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പോസ് മിനിമൈസ് ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ മിനിമൈസ് അല്ല, ബ്ലർ ആയിട്ട് കിട്ടും. കാരണം ആ സിലിക്കോൺ സാധനത്തിന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാനുള്ള കഴിവുണ്ട്. ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാം, നമ്മൾ കഴുകി കളയുമ്പോൾ പോവുകയും ചെയ്യും. അത്രേ ഉള്ളൂ. അത് എന്നും പറഞ്ഞുകൊണ്ട് അത് കവർ ചെയ്യാന്ന് പറഞ്ഞിട്ട് അത് വെച്ചിട്ട് കോമഡോജനിക് ആയിട്ടുള്ള പ്രൊഡക്ട്സ് വാങ്ങിച്ചാൽ മുകളിലിടരുത്, പോസിനകത്ത് കയറി പോവുകയും ചെയ്യും. അത് വേറെ കാര്യം. ആ പോസ് മിനിമൈസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പ്രൈമേഴ്സ് യൂസ് ചെയ്താൽ മതി. എന്നും പറഞ്ഞിട്ട് പ്രൈമേഴ്സ് കുറെ കാലം യൂസ് ചെയ്യുമ്പോൾ പോസ് കംപ്ലീറ്റ്ലി ബ്ലർ ഔട്ട് ആവും, അങ്ങനെയൊന്നുമില്ല. അതൊരു താൽക്കാലികമായിട്ട് നമുക്ക് പോറ് ബ്ലർ ഔട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഡെയിലി നമുക്ക് പോറിന് ജസ്റ്റ് അപ്പിയറൻസ് കുറയ്ക്കാനായിട്ട് പ്രൈമേഴ്സ് യൂസ് ചെയ്യും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമുക്കൊരു ഈ സാധനം യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ പോസ് ഒരിക്കലും ടൈറ്റ് ആവാൻ പോണില്ല. അതൊരു ജസ്റ്റ് മാർക്കറ്റിംഗ് ഗിമിക്ക് മാത്രമാണ്. അപ്പൊ ഇന്നത്തെ ക്വന്റിയിൽ നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞത് സ്കാറിങ്ങുകളുടെ പറ്റിയിട്ട്, പിന്നെ ഹൈപ്പർ പിഗ്മെന്റേഷനുകളെ പറ്റിയിട്ട്, പിന്നെ നമ്മൾ തന്നെ നമ്മുടെ സ്കിൻ ഡ്രൈ ആക്കുന്നതിനെ പറ്റിയിട്ട്, പിന്നെ പോസ് മിനിമൈസ് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയിട്ട്. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ അടുത്ത ട്യൂസ്ഡേ നമുക്ക് ക്ലിയർ ചെയ്യാം. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് എല്ലാ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസിലും വരുന്നവരെ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ്.